എലവേറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്ടന്റെ ലോ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ, അതായത് ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. എലവേറ്റർ റെസ്റ്റിലായിരിക്കുമ്പോഴും മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോഴും അതുപോലെ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും എലവേറ്ററിൽ നിൽക്കുന്ന ആൾ അയാളുടെ ഭാരം ഒരു വെയിങ് മെഷീൻ ഉപയോഗിച്ച് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മൂന്ന് സാഹചര്യങ്ങളിലും അയാൾക്ക് അയാളുടെ ഭാരം വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത്. എലവേറ്റർ റെസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ അയാളുടെ വെയിറ്റ് താഴേക്കും വെയിങ് മെഷീൻ നൽകുന്ന നോർമൽ റിയാക്ഷൻ മുകളിലേക്കുമായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ കേസിൽ നോർമൽ റിയാക്ഷൻ അയാളുടെ വെയിറ്റിന് ഈക്വൽ ആയതിനാൽ വെയിങ് മെഷീൻ അയാളുടെ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഒരു വെയിങ് മെഷീൻ ആളുടെ വെയിറ്റ് ആയിരിക്കില്ല, മറിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് പ്രയോഗിക്കുന്ന നോർമൽ റിയാക്ഷൻ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. എലവേറ്റർ എ എന്ന ആക്സിലറേഷനിൽ മുകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആളുടെ വെയിറ്റ് താഴേക്കും നോർമൽ റിയാക്ഷൻ മുകളിലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഫോഴ്സും കൂടാതെ ഇവിടെ എലവേറ്ററിന്റെ അപ്വേർഡ് ആക്സിലറേറ്റഡ് മോഷൻ കാരണം മുകളിലേക്ക് ഒരു സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ നെറ്റ് അപ്വേർഡ് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇവിടെ നിന്ന് നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു mg പ്ലസ് ma എന്ന ഇക്വേഷൻ ലഭിക്കുന്നു. ഈ കേസിൽ വെയിങ് മെഷീൻ ആളുടെ യഥാർത്ഥ ഭാരത്തേക്കാൾ കൂടിയ ഭാരമായിരിക്കും കാണിക്കുന്നത്. അടുത്ത കേസിൽ എലവേറ്റർ എ എന്ന ആക്സിലറേഷനിൽ താഴേക്കാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സിനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് നോർമൽ റിയാക്ഷൻ mg മൈനസ് maക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കേസിൽ നോർമൽ റിയാക്ഷൻ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ വെയിങ് മെഷീൻ ആളുടെ യഥാർത്ഥ ഭാരത്തെക്കാളും കുറഞ്ഞ ഭാരമായിരിക്കും കാണിക്കുന്നത്. ഇവിടെ എലവേറ്റർ താഴേക്ക് സഞ്ചരിക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. എലവേറ്റർ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന കേസിൽ ഇങ്ങനെയാണ് നോർമൽ റിയാക്ഷന്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ ആക്സിലറേഷനെ g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോർമൽ റിയാക്ഷൻ 0 ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആയതിനാൽ ഈ കേസിൽ വെയിങ് മെഷീൻ കാണിക്കുന്ന റീഡിംഗ് 0 ആയിരിക്കും. അതായത് എലവേറ്ററിലുള്ള ആൾക്ക് വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നു.